നമസ്കാരം. അതിവേഗ വാർത്തകൾ തുടരും. കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിൽ പരിക്കേറ്റ 10ാം ക്ലാസ്സുകാരൻ മരിച്ചു. ചുങ്കം പാറോലക്കുന്ന് സ്വദേശി മുഹമ്മദ് ഷഹബാസാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുലർച്ചെയോടെയായിരുന്നു മരണം. പ്രതികൾക്കെതിരെ താമരശ്ശേരി പോലീസ് കൊലക്കുറ്റം ചുമത്തി. താമരശ്ശേരിയിൽ സംഘർഷത്തിൽ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ഞെട്ടിക്കുന്ന ശബ്ദ സന്ദേശം പുറത്തു വന്നത് മുഹമ്മദ് ഷഹബാസിനെ ആക്രമിച്ച വിദ്യാർത്ഥികളുടെ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിലെ സന്ദേശം. ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലുമെന്ന് സന്ദേശത്തിൽ. കൂട്ടത്തല്ലിൽ മരിച്ചാൽ പ്രശ്നമില്ലെന്നും പോലീസ് കേസെടുക്കില്ലെന്നും ഗ്രൂപ്പിൽ വിദ്യാർത്ഥി. താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിൽ കൊല്ലപ്പെട്ട 10ാം ക്ലാസ്സുകാരനോട് ക്ഷമാപണം നടത്തുന്ന സന്ദേശവും പുറത്താണ്. മർദ്ദിച്ചതിൽ വിഷമമുണ്ടെന്നും കുഴപ്പമൊന്നുമില്ലല്ലോ എന്നും ഷഹബാസിനോട് ചോദിക്കുന്ന ഓഡിയോ ക്ലിപ്പാണ് പുറത്തായത്. മുഹമ്മദ് ഷഹബാസിന്റെ മരണം ദുഃഖകരമെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സംഭവത്തിൽ കോഴിക്കോട് വിദ്യാഭ്യാസ ഉപഡയറക്ടർ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. വിശദമായ അന്വേഷണം നടത്താൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയെന്നും മന്ത്രി അറിയിച്ചു. ആശാവർക്കർമാരുടെ സമരത്തെ പ്രതിരോധിക്കാൻ പുതിയ നീക്കവുമായി സർക്കാർ. പുതിയ ഹെൽത്ത് വളണ്ടിയർമാരെ തേടാൻ നാഷണൽ ഹെൽത്ത് മിഷൻ നിർദ്ദേശം നൽകി. സമരക്കാർക്ക് ഇടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ള ദുഷ്ടബുദ്ധിയാണിതെന്നും ആശാപ്രവർത്തകർ പറഞ്ഞു. കണ്ണൂർ ആറളം ഫാമിൽ വീണ്ടും കാട്ടാന ആക്രമണം. കാട്ടാനയുടെ ആക്രമണത്തിൽ ദമ്പതികൾക്ക് പരിക്കേറ്റു. ആറളം ഫാം 13ാം ബ്ലോക്കിലെ താമസക്കാരായ അമ്പിളി, ഭർത്താവ് ഷിജു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുചക്ര വാഹനത്തിൽ ജോലിക്ക് പോകുന്നതിനിടെ കോട്ടപ്പാറയ്ക്ക് സമീപത്ത് വെച്ചാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. പരിക്കേറ്റ ഇരുവരെയും പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്ത് വീണ്ടും ഓൺലൈൻ മുത്തലാഖ്. കാസർഗോഡ് നെല്ലിക്കട്ട സ്വദേശി അബ്ദുൾ റസാഖിനെതിരെയാണ് പരാതി. വാട്സാപ്പിലൂടെയാണ് മുത്തലാഖ് ചൊല്ലി ബന്ധം പിരിഞ്ഞതായി അറിയിച്ചത്. സ്ത്രീധനം കുറഞ്ഞതിന്റെ പേരിൽ ഭർത്തൃ വീട്ടിൽ പീഡനം നേരിട്ടുവെന്നും 12 ലക്ഷം രൂപയുടെ സ്വർണവും പണവും തട്ടിയെടുത്തുവെന്നും കുടുംബം ആരോപിച്ചു. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ചർച്ചയിൽ വാക്കേറ്റം. ഓവൽ ഓഫീസിൽ നടന്ന നാടകീയമായ ചർച്ചയ്ക്കിടെ വ്ളാഡിമിർ സെലൻസ്കിയുമായുണ്ടായ അതിരൂക്ഷ തർക്കത്തെ തുടർന്ന് സംയുക്ത വാർത്താ സമ്മേളനം ഡൊണാൾഡ് ട്രംപ് റദ്ദാക്കി. പിന്നാലെ വൈറ്റ് ഹൌസിൽ നിന്ന് സെലൻസ്കി മടങ്ങി. ചർച്ചയ്ക്കിടെ യുദ്ധം അവസാനിപ്പിക്കാൻ പുടിൻ കരാറുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ട്രംപ് പറഞ്ഞു. ആശുപത്രിയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നില ഗുരുതരം. മാർപ്പാപ്പയുടെ ആരോഗ്യനില വീണ്ടും വഷളായി വത്തിക്കാൻ അറിയിച്ചു. ഛർദിയെ തുടർന്ന് ശ്വാസതടസ്സം മൂർച്ഛിത നില വഷളാക്കിയത്. ഇതേ തുടർന്ന് മാർപ്പാപ്പയെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചുവെന്നും വത്തിക്കാൻ അറിയിച്ചു. കഴിഞ്ഞ 14-നാണ് ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയെ റോമിലെ ജെമല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊല പ്രതി അഫാന്റെ പിതാവ് റഹീമിന്റെ മൊഴി രേഖപ്പെടുത്തി. കുടുംബത്തിന്റെ കടബാധ്യതയെക്കുറിച്ച് അറിയില്ലെന്ന് റഹീം. വീട്ടുകാരുമായി നിരന്തരം ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. പോലീസ് നടത്തിയ പ്രാഥമിക വിവരശേഖരണത്തിലാണ് റഹീമിന്റെ വെളിപ്പെടുത്തൽ. കോഴിക്കോട് പയ്യോളിയിൽ നവവധുവിനെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ചേലിയ സ്വദേശി ആർദ്ര ബാലകൃഷ്ണനാണ് മരിച്ചത്. ഇന്നലെ രാത്രി 8:30-യോടെയാണ് ആർദ്രയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഫെബ്രുവരി 2-നായിരുന്നു വിവാഹം. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചു മരണം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 38-കാരി മരിച്ചു. കുറ്റിക്കാട്ടൂർ സ്വദേശി ജിസ്നയാണ് മരിച്ചത്. 13 ദിവസം മുൻപാണ് ഇവരെ രോഗലക്ഷണങ്ങളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. തിരുവനന്തപുരം നെടുമങ്ങാട് ട്രഷറിയിലെത്തിയ 7 പേർക്ക് നേരെ തേനീച്ച ആക്രമണം. സമീപത്തെ റവന്യൂ ടവറിൽ തേനീച്ച കൂടുകളുണ്ടായിരുന്നു. പരുന്ന് വന്ന് അടിച്ച് ഒരു തേനീച്ചക്കൂട് ഇളക്കുകയായിരുന്നു. പരിക്കേറ്റവരെ നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം. വാഴച്ചാൽ ഇമ്മാനുവൽ കോളേജിലാണ് സംഭവം. 1ാം വർഷ വിദ്യാർത്ഥിയായ അഭിഷേക് എസ്താറിനെയാണ് 2ാം വർഷ വിദ്യാർത്ഥി മർദ്ദിച്ചത്. മുസ്ലിം
പണ്ഡിത സംഘടനയായ സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ ഉണ്ടായ തർക്കം പരിഹരിക്കാൻ അനുരഞ്ജന ചർച്ച ഇന്ന് നടക്കും. കോഴിക്കോട് നടക്കുന്ന ചർച്ചയിൽ സമസ്ത അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും അടക്കമുള്ളവർ പങ്കെടുക്കും. നിർണായക തീരുമാനങ്ങളും യോഗത്തിന് പിന്നാലെ പ്രഖ്യാപിക്കും. രാജ്യത്ത് വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക ഗ്യാസ് സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചു. 19 കിലോ സിലിണ്ടറിന് 6 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ സിലിണ്ടറിന് 1812 രൂപയായി. നിലവിൽ 1806 രൂപയായിരുന്നു വില. അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. കൂറുമാറിയ മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭർത്താവ് സുധീർ പുന്നപ്പാലിയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ CPIM നേതാക്കൾക്കെതിരെ കേസെടുത്തു. CPIM എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രനെതിരെയാണ് കേസെടുത്തത്. സുധീറിന്റെ കട തകർത്തത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TP റീന അടക്കമുള്ള CPI നേതാക്കൾക്കെതിരെയും കേസെടുത്തു. പഞ്ചായത്തിലെ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ടാണ് വൈസ് പ്രസിഡന്റ് നുസൈബയുടെ ഭർത്താവും തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂർ മണ്ഡലം കൺവീനറുമായ സുധീർ പുന്നപ്പാലിയെ രവീന്ദ്രൻ ഭീഷണിപ്പെടുത്തി. ശബരിമലയിലെ പുണ്യപൂങ്കാവനം പദ്ധതി അവസാനിപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവ്. പദ്ധതിയുടെ പേരിൽ പണം പിരിച്ചെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. റിപ്പോർട്ടിന്മേൽ നടപടി സ്വീകരിക്കാൻ സർക്കാരിന് നിർദ്ദേശം. തോമസ് കെ തോമസ് NCP സംസ്ഥാന അധ്യക്ഷനാകും. സംസ്ഥാനത്ത് 2 വർക്കിംഗ് പ്രസിഡന്റുമാരെ തെരഞ്ഞെടുത്തു. PK രാജൻ, PM സുരേഷ് ബാബു എന്നിവർക്കാണ് വർക്കിംഗ് പ്രസിഡന്റുമാർ. ആശാവർക്കർമാരുടെ സമരത്തെ അധിക്ഷേപിച്ച് CITUവിന്റെ ബദൽ സമരം. സമരസമിതി നേതാവ് എസ്മിനി സാംക്രമിക രോഗം പരത്തുന്ന കീടമാണെന്ന് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് PB ഹർഷ്കുമാർ അധിക്ഷേപിച്ചു. അതേസമയം ബദൽ സമരത്തിന് CITU ആളുകളെ എത്തിക്കുന്നത് ഭീഷണിപ്പെടുത്തിയാണെന്ന് സമരസമിതി നേതാവ് എസ്മിനി പ്രതികരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കടൽ മണൽ ഖനനാനുമതിക്കെതിരെ നിലപാട് വ്യക്തമാക്കി CPIM. ശക്തമായ എതിർപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുൻപേ ഉയർത്തിയിട്ടുള്ളതാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. കടൽ മണൽ ഖനനത്തിന് സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കുന്നുവെന്ന വ്യാജ വാർത്തകളാണ് പ്രചരിക്കുന്നതെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ വിമർശിച്ചു. കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്നും ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ലക്ഷ്യം തെരഞ്ഞെടുപ്പ് മാത്രമാണ്. നേതൃമാറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചർച്ചകൾ ആവശ്യമില്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഓഹരി വിപണി നിയന്ത്രണ ഏജൻസിയായ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയ്ക്ക് പുതിയ മേധാവി. നിലവിലെ കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായ തുഹീൻ കാന്ത പാണ്ഡെയെ സെബിയുടെ പുതിയ ചെയർമാനായി നിയമിച്ചു. 3 വർഷത്തേക്കാണ് നിയമനം. മാർച്ച് 1 അവധിയായതിനാൽ തിങ്കളാഴ്ചയായിരിക്കും പാണ്ഡെ ചുമതലയേൽക്കുക. 2024-25 സാമ്പത്തിക വർഷത്തിന്റെ 3ാം പാദത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് 6.3% റിപ്പോർട്ട് പുറത്തുവിട്ട് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ്. 2ാം പാദത്തെ അപേക്ഷിച്ച് പ്രകടനം മെച്ചപ്പെടുത്തിയെന്ന പ്രതിസന്ധിയുടെ പാതയിൽ നിന്ന് രാജ്യം തിരിച്ചുവരുന്നുവെന്ന സൂചനയാണെന്ന് സാമ്പത്തിക വിദഗ്ധർ. ഉത്തരാഖണ്ഡ് ബദ്രിനാഥ് സമീപം മഞ്ഞുമലയിടിഞ്ഞു വീണ അപകടം. ചമോലി ജില്ലയിലെ ഇൻഡോ ടിബറ്റൻ അതിർത്തിയോട് ചേർന്ന മാന ഗ്രാമത്തിലാണ് സംഭവം. റോഡ് നിർമ്മാണത്തിലേർപ്പെട്ട 57 തൊഴിലാളികൾ മഞ്ഞിനടിയിലകപ്പെട്ടു. 16 പേരെ രക്ഷപ്പെട്ടു. വീഡിയോ കോളിംഗ് സേവനമായ സ്കൈപ്പ് ആപ്ലിക്കേഷന്റെ പ്രവർത്തനം മെയ് മാസത്തിൽ നിർത്തുമെന്ന XDAയുടെ റിപ്പോർട്ട്. സ്കൈപ്പിന്റെ പ്രവർത്തനം നിൽക്കുന്നതിന് മുൻപായി ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് സന്ദേശം ദൃശ്യമായേക്കും. എന്നാൽ ഈ വാർത്തയിൽ പ്രതികരണത്തിനായി മൈക്രോസോഫ്റ്റിനെതിരെ XDA സമീപിച്ചെങ്കിലും കമ്പനി മൗനം വെടിഞ്ഞില്ല. പ്രാരംഭം സൗദി അറേബ്യ, ഒമാൻ, UAE, ഖത്തർ എന്നിവിടങ്ങളിൽ മാസപ്പിറവി കണ്ടതായി ഗൾഫ് രാജ്യങ്ങൾ സ്ഥിരീകരിച്ചു. അതേസമയം കേരളത്തിൽ ശനിയാഴ്ച മാസപ്പിറവി ദൃശ്യമായാൽ ഞായറാഴ്ച റംസാൻ ആരംഭിക്കും. റംസാൻ മാസത്തിൽ രാജ്യത്തെ സ്വകാര്യ മേഖലയിലെ തൊഴിൽ സമയം 6 മണിക്കൂറാക്കി ഖത്തർ തൊഴിൽ മന്ത്രാലയം. 2 മണിക്കൂറാണ് തൊഴിൽ സമയത്തിൽ ഇളവ് ലഭിക്കുക. തൊഴിൽ സമയം നിയമമനുസരിച്ചാണ് മന്ത്രാലയം സമയക്രമീകരണം നടത്തിയത്. വിദേശ ബഹിരാകാശ പര്യവേക്ഷകരെ സ്വീകരിക്കാനൊരുങ്ങി ചൈനയുടെ ബഹിരാകാശ നിലയമായ ടിയാൻഗോങ്. പാകിസ്ഥാനിൽ നിന്നുള്ള ബഹിരാകാശ പര്യവേക്ഷകനെ സ്വന്തം നിലയിൽ പരിശീലനം നൽകി അയക്കാനാണ് തീരുമാനം. ഇത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും കരാർ ഒപ്പിട്ടു.
US വാഷിംഗ്ടണിൽ പ്രദർശനത്തിനിടെ തിയേറ്റർ മേൽക്കൂര തകർന്നു വീണു. ഹോളിവുഡ് ചിത്രമായ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡിന്റെ പ്രദർശനത്തിനിടെയാണ് സംഭവം. തിയേറ്ററിനകത്തുണ്ടായിരുന്നവർക്ക് പരിക്കുകളില്ലെന്നാണ് റിപ്പോർട്ട്. ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവമുണ്ടായത്. പ്രദർശനം നടക്കുന്നതിനിടെ മേൽക്കൂരയുടെ ഭാഗം അടർന്ന് ഇരിപ്പിടങ്ങൾക്ക് മേൽ പതിക്കുകയായിരുന്നു. ഉടൻ തന്നെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി. മേൽക്കൂര തകർന്നു വീഴാനുണ്ടായ കാരണം വ്യക്തമല്ലെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി. കാറുകളടക്കം യൂറോപ്യൻ യൂണിയൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് 25% തീരുവ ചുമത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രാബല്യത്തിലാകുന്ന തീയതി പിന്നീട് പ്രഖ്യാപിക്കും. US നിർമ്മിത കാറുകളും കാർഷികോൽപ്പന്നങ്ങളും യൂറോപ്പ് വാങ്ങാറില്ലെന്നും USനെ പിഴിയാനാണ് യൂറോപ്യൻ യൂണിയൻ രൂപീകരിച്ചതെന്നും ട്രംപ് ആരോപിച്ചു. ട്രാൻസ്ജെൻഡർ സൈനികരെ ജോലിയിൽ നിന്നും നീക്കാൻ US നടപടി തുടങ്ങി. ഇതിനനുകൂലമായി പെന്റഗൺ കോടതിയിൽ രേഖ സമർപ്പിച്ചു. 15,000 ട്രാൻസ് സൈനികർ പുറത്താക്കപ്പെടുമെന്ന് ആക്ടിവിസ്റ്റുകൾ പറയുന്നു. എന്നാൽ ഇത്രയും പേരില്ലെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ നൽകുന്ന സൂചന. 600 പലസ്തീൻ തടവുകാരെ മോചിപ്പിച്ച ഇസ്രായേൽ. ഇതോടെ ജനുവരി 19 ആരംഭിച്ച ഗാസ വെടിനിർത്തൽ 1ാം ഘട്ടം പൂർത്തിയായി. കെറോയിൽ നടക്കുന്ന 2ാം ഘട്ട ചർച്ചയിൽ ഇസ്രായേൽ പങ്കെടുക്കും. പ്രതിനിധി സംഘം പുറപ്പെട്ടതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു. രഞ്ജി ട്രോഫി ഫൈനലിൽ ഇനി 2ാം ഇന്നിംഗ്സിൽ വിദർഭയ്ക്ക് തുടക്കത്തിൽ തന്നെ തിരിച്ചടി. 6 റൺസെടുക്കും മുൻപ് വിദർഭയ്ക്ക് 2 വിക്കറ്റുകൾ നഷ്ടമായി. 1 റൺസെടുത്ത പാർത്ഥ ഖാണ്ഡെയും 5 റൺസെടുത്ത ധ്രുവ് ചെറിയുമാണ് പുറത്തായത്. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ വിദർഭ 2 വിക്കറ്റ് നഷ്ടത്തിൽ 60 റൺസെടുത്തിട്ടുണ്ട്. ആദ്യ ഇന്നിംഗ്സിൽ വിദർഭയ്ക്ക് 37 റൺസിന്റെ ലീഡുണ്ട്. പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. തുടർച്ചയായി അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിലേൽക്കുന്നത് സൂര്യതാപത്തിനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാമെന്നും അതോറിറ്റി. പകൽ 10 മുതൽ 3 വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത്. കലയുടെ ലേബലിൽ ചില വ്യാജ നിർമ്മിതികൾ വരുന്നുണ്ടെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ. മനുഷ്യനുള്ളിലെ വന്യതയെ കാണിക്കുന്ന സിനിമകൾ വരുന്നുണ്ട്. സെൻസറിംഗ് സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ചില സിനിമകൾ അത്തരത്തിൽ ഇറങ്ങുന്നുണ്ട്. തെറ്റായ സന്ദേശം കലാസൃഷ്ടിയിലൂടെ നൽകരുത്. മാറ്റം അനിവാര്യമാണെന്നും ക്രിയാത്മക ഇടപെടലുകൾ അക്കാദമി ആലോചിക്കുന്നുണ്ടെന്നും പ്രേംകുമാർ പറഞ്ഞു. വാർത്തകൾ തുടരുന്നു. തീരമേഖലയിലും ഗോത്രമേഖലയിലും ഉൾപ്പെടെ കണ്ടെത്തിയ പരമ്പരാഗത കലാരൂപങ്ങൾ ഡിജിറ്റലൈസ് ചെയ്ത് സംരക്ഷിക്കണമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. ഇക്കാര്യത്തിൽ ഡിജിറ്റൽ സർവകലാശാലയുമായി ധാരണയിലെത്തിയിട്ടുണ്ട്. ലോകത്താദ്യമായാണ് ഇത്രയും കലാരൂപങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്നത്. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നൽകുന്ന മത്സ്യത്തൊഴിലാളി വിധവകൾക്കുള്ള പെൻഷൻ കുടിശ്ശിക അനുവദിച്ചു. 5 മാസത്തെ കുടിശ്ശികയായ 8,000 രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ച് തുക ലഭ്യമായിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കണമെന്നും മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് റീജിയണൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ ബീവറേജിന് സമീപം തട്ടുകട നടത്തുന്നയാളെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി പിടിയിൽ. എടത്തിരിഞ്ഞി സ്വദേശി നിഷാദാണ് ഇരിങ്ങാലക്കുട പോലീസിന്റെ പിടിയിലായത്. പണം തിരിച്ചു നൽകാത്തതിനെ തുടർന്നുണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. ആലപ്പുഴ നെടുമുടിയിൽ സർക്കാരിനെതിരെ നെടുമുടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. വില്ലേജ് ഓഫീസിലേക്ക് നടത്തിയ ധർണ DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഭൂനികുതി 50% വർദ്ധിപ്പിച്ച് സർക്കാർ സാധാരണ ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്ന് സജി ജോസഫ് പറഞ്ഞു. കോഴിക്കോട് മാരക ലഹരി മരുന്നുമായി ഡോക്ടർ പിടിയിൽ. കൊടുവള്ളി കരുവംപൊയിലിൽ ഇനായത്ത് ദന്താശുപത്രി നടത്തുന്ന വിഷ്ണുരാജാണ് പിടിയിലായത്. കൊടുവള്ളി ഓമശ്ശേരിയിലെ ഫ്ളാറ്റിൽ നിന്നും 15 ഗ്രാം MDMAയുമായാണ് ഡോക്ടറെ പിടികൂടിയത്. കാസർഗോഡ് 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സെന്റ് ഓഫ് പാർട്ടി ആഘോഷമാക്കാൻ കഞ്ചാവ്. ലഹരി ഉപയോഗിച്ചതിനും കൈവശം വെച്ചതിനും വിദ്യാർത്ഥികളെതിരെ നടപടിയെടുത്തു. കുട്ടികളുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് തയ്യാറാക്കി. കഞ്ചാവ് വിൽപ്പന നടത്തിയ കളനാട് സ്വദേശി സമീർ പോലീസിന്റെ പിടിയിൽ. എറണാകുളം പള്ളിക്കവല ഭാഗത്തുനിന്ന് വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽപ്പന നടത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. ഒഡീഷ നരസിംഗ്പൂർ സ്വദേശി സമർ കുമാർ ത്രിപതിയാണ് പെരുമ്പാവൂർ ASPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. ഇയാളിൽ നിന്ന് 600 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. പ്രതിയിൽ നിന്ന് കഞ്ചാവ് വാങ്ങിയ 18-കാരനായ വിദ്യാർത്ഥിയെ പോലീസ് പിടികൂടി. എറണാകുളം മലയാറ്റൂരിൽ ലഹരിക്കെതിരെ കൈകോർത്ത നാട്ടുകാരും പോലീസും.
പരിപാടിയുടെ ഭാഗമായി കാലടി പോലീസിന്റെ നേതൃത്വത്തിൽ മലയാറ്റൂർ അടിവാരത്താണ് പൊതുജന പങ്കാളിത്തത്തോടെ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. മലയാറ്റൂർ നീലേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയി ഔക്കാരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഒരുമിച്ച് നിന്നാൽ വളരെ വേഗത്തിൽ നാട്ടിൽ നിന്ന് മയക്കുമരുന്ന് തുടച്ചു നീക്കാൻ കഴിയുമെന്ന് മലയാറ്റൂർ ASP പറഞ്ഞു. കൊല്ലത്ത് വിൽപ്പനക്കായി സൂക്ഷിച്ചിരുന്ന മാരക മയക്കുമരുന്നുമായി യുവാവ് പിടിയിൽ. ചാത്തന്നൂർ സ്വദേശി സുഹൈലാണ് പോലീസിന്റെ പിടിയിലായത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് വിൽപ്പനക്കായി സൂക്ഷിച്ചിരുന്ന 2 ഗ്രാം MDMA പിടികൂടിയത്. തൃശൂർ വാടാനപ്പള്ളിയിൽ ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിൽ. വെങ്കിടങ്ങ് കൈതമുക്ക് സ്വദേശി സവാദ് ഹംസയാണ് പിടിയിലായത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ വാഹന പരിശോധനയിലാണ് ചിലങ്ക ജംഗ്ഷനിൽ വെച്ച് യുവാവ് പിടിയിലായത്. വാടാനപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ BS ബിനു, SI റഫീഖ്, CPO ജിഷ്ണു എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. മലപ്പുറം പൊന്നാനിയിൽ 3 ഗ്രാം MDMAയുമായി ഓട്ടോ ഡ്രൈവർ പിടിയിൽ. വെളിയങ്കോട് സ്വദേശി സുഫൈലാണ് പൊന്നാനി പോലീസിന്റെ പിടിയിലായത്. പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുതേടത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. തിരുവനന്തപുരം തുമ്പയിൽ 37 ഗ്രാം MDMAയുമായി യുവാവ് പിടിയിൽ. കരിമണൽ സ്വദേശി സഞ്ജുവാണ് പിടിയിലായത്. ഡാൻസ് ഓഫ് സംഘത്തിന് കിട്ടിയ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തുമ്പ പോലീസുമായി സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 37 ഗ്രാം MDMA പിടികൂടിയത്. മയക്കുമരുന്ന് വിൽപ്പനയിൽ ഇയാൾക്കൊപ്പം മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് പോലീസ് അന്വേഷിച്ചു വരുന്നു. ഇടുക്കി മൂന്നാറിൽ വീണ്ടും കാറിൽ സാഹസിക യാത്ര. 2-ാം മൈൽ ആനച്ചാൽ റോഡിൽ ചിത്തിരപ്പുറത്തിന് സമീപത്ത് വെച്ചാണ് കാറിൽ യുവതി അപകടകരമായി യാത്ര ചെയ്തത്. കാറിന്റെ ഡോറിൽ കയറിയിരുന്ന യുവതി സാഹസിക യാത്രയ്ക്ക് മുതിർന്നതിന്റെ ദൃശ്യങ്ങളാണിപ്പോൾ നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. കൊല്ലം കൊട്ടാരക്കര വാളകത്ത് ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം. പോത്തൻകോട് നിന്നും കോട്ടയത്തേക്ക് പോവുകയായിരുന്ന ടൂറിസ്റ്റ് ബസ്സും തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന KSRTC വോൾവോ ബസ്സും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. KSRTC ബസ് ലോറിയെ ഓവർടേക്ക് ചെയ്യുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് ടൂറിസ്റ്റ് ബസ്സിലിരിക്കുകയായിരുന്നു. അപകടത്തിൽ യാത്രക്കാർക്ക് സാരമായി പരിക്കേറ്റു. ഇവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ നിയന്ത്രണം വിട്ട ബൈക്ക് പാലത്തിന്റെ കൈവരിയിലിടിച്ച് മറിഞ്ഞ യുവാവ് മരിച്ചു. ചാലക്കുടി ഷാബിൻ ഗഫൂറാണ് മരിച്ചത്. നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായി. കണ്ണൂർ ചെറുവാഞ്ചേരി കല്ലുവളപ്പിൽ ടിപ്പർ ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. സെൻട്രൽ പൊയിലൂർ സ്വദേശി വിഷ്ണു രവീന്ദ്രനാണ് മരിച്ചത്. കരിങ്കല്ല് ഇറക്കുന്നതിനിടയിൽ ടിപ്പർ ലോറി നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലത്ത് നിയന്ത്രണം വിട്ട കാർ മീഡിയനിൽ ഇടിച്ച അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. കാക്കനാട് സ്വദേശി ജിജു രാജു, ആലുവ വടക്കുംപാട സ്വദേശി ഏഞ്ചൽ ടോമി, ചെങ്ങമനാട് സ്വദേശി അഖിൽ എന്നിവരാണ് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെ 1:30 അപകടമുണ്ടായത്. പരിക്കേറ്റവർ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടയിൽ മീഡിയനിലിടിച്ചാണ് അപകടമുണ്ടായത്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ അഞ്ചപ്പാലത്ത് മോട്ടോർ ബൈക്കുകൾ കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. ബേത്തല സ്വദേശി ആദിത്യനാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ആദിത്യനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു മരണം. കൊല്ലം കടക്കൽ മണലുവട്ടത്ത് യുവാക്കളെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ 2 പ്രതികൾ അറസ്റ്റിൽ. മണലുവട്ടം സ്വദേശികളും സഹോദരന്മാരുമായ ഷൈജു, റിജു എന്നിവരാണ് അറസ്റ്റിലായത്. കേസിലെ മറ്റൊരു പ്രതിയായ റൈജു ഒളിവിലാണ്. കഴിഞ്ഞ 25-നാണ് കേസിനാസ്പദമായ സംഭവം. ഗജരാജൻ കോഴിപ്പറമ്പിൽ അയ്യപ്പൻ ചെരിഞ്ഞു. 62 വയസ്സായിരുന്നു. തൃശൂർ ചാഴൂരിലെ ക്ഷേത്രവളപ്പിൽ തളച്ചിരുന്ന ആന ഇന്ന് പുലർച്ചെയാണ് ചരിഞ്ഞത്. തൃശൂർ പൂരം ഉൾപ്പെടെ നിരവധി പൂരങ്ങളിൽ നിറസാന്നിധ്യമായിരുന്നു അയ്യപ്പൻ. ഉച്ചിപ്പറവൂരിൽ ആന ഇടഞ്ഞു. റോഡിലൂടെ പോവുകയായിരുന്ന ആനയാണ് ഇടഞ്ഞത്. റോഡിലെ പെട്ടി ഓട്ടോറിക്ഷ ആന തകർത്തു. ഓട്ടോറിക്ഷക്കാരനും ബൈക്ക് യാത്രക്കാരനും ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. പരിക്ക് പറ്റിയ ബൈക്ക് യാത്രക്കാരനെ ആശുപത്രിയിലേക്ക് മാറ്റി. മലപ്പുറം നിലമ്പൂർ നെല്ലിക്കുത്ത് ഫോറസ്റ്റ് സ്റ്റേഷനിൽ ചരിഞ്ഞ കാട്ടാനയുടെ കൊമ്പ് മോഷ്ടിച്ച പ്രതി പിടിയിൽ. പ്രതി വിനോദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിലമ്പൂർ നോർത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിലാണ് വിനോദിൽ നിന്ന് കൊമ്പ് കണ്ടെത്തിയത്. ആലപ്പുഴ ചെങ്ങന്നൂരിൽ SNDP പെരിശ്ശേരി ശാഖയുടെ ഗുരുക്ഷേത്ര സമർപ്പണവും പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠാ കർമ്മവും നടന്നു. ക്ഷേത്രം തന്ത്രി സുജിത് തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാ കർമ്മങ്ങൾ നടന്നത്. ചെങ്ങന്നൂർ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ സുരേഷ് പരമേശ്വരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
പത്തനംതിട്ട മുക്കംപെട്ടി പമ്പാവലി റോഡിൽ ടാറിംഗ് പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ മാർച്ച് 3-4 തീയതികളിൽ ഗതാഗതം ഭാഗികമായി നിരോധിക്കും. നികുതി വർദ്ധിപ്പിച്ച സർക്കാർ ജനങ്ങളെ കൊള്ളയടിക്കുന്നുവെന്ന് DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ്. ഭൂനികുതിയിൽ 50% വർദ്ധിപ്പിച്ച് സാധാരണ ജനങ്ങളെ കൊള്ളയടിക്കുന്ന സർക്കാരാണിതെന്നും അദ്ദേഹം പറഞ്ഞു. നെടുമുടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള വില്ലേജ് ഓഫീസ് ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ റോഡ് സുരക്ഷാ പ്രൊജക്ടിന്റെ സമാപന സമ്മേളനം നടത്തി. വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന സുരക്ഷിത് മാർഗ് എന്ന റോഡ് സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി റോഡരികിൽ ട്രാഫിക് കോൺവെക്സ് ഫിക്സ് മിറർ, സൈൻ ബോർഡ് എന്നിവയും സ്ഥാപിച്ചു. കൊല്ലത്ത് വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയും സ്കൂട്ടറും തീയിട്ട് നശിപ്പിച്ചതായി പരാതി. മാടൻ നടയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ദീപക്കാണ് പരാതി നൽകിയത്. സംഭവത്തെ തുടർന്ന് ഇരവിപുരം പോലീസ് പ്രതികൾക്കായുള്ള അന്വേഷണം ആരംഭിച്ചു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ ആല സർവീസ് സഹകരണ സംഘത്തിൽ നിക്ഷേപക കൂട്ടായ്മ ഉപവാസ സമരം നടത്തി. 50ഓളം പേർ സമരത്തിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രിക്കും സഹകരണ മന്ത്രിക്കും പരാതി നൽകിയിട്ടും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന ആരോപണവും ഉയർന്നു. ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് ആലപ്പുഴ, അമ്പലപ്പുഴ, കുട്ടനാട്, കിഴക്ക് പടിഞ്ഞാറ് മേഖലകളുടെ നേതൃത്വത്തിൽ RTO ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. PMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് EA ഗോപകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഗുരുവായൂരിൽ മതസ്പർദ്ധ ഉളവാക്കുന്ന കമന്റുകൾ എഴുതി വീഡിയോ ഷെയർ ചെയ്ത പ്രതി അറസ്റ്റിൽ. ആലപ്പുഴ സ്വദേശി ശ്രീരാജിനെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. അന്വേഷണത്തിൽ ഇയാൾ 25 വർഷത്തോളമായി മാനസിക രോഗ ചികിത്സയിലാണെന്ന് വ്യക്തമായി. സമരരംഗത്തുള്ള ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർക്കാർ ഇറക്കിയ സർക്കുലർ കത്തിച്ചു. പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി കെ ബാബു ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർമാർക്കെതിരെയുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയിലാണ് പ്രതിഷേധം. തൃശൂർ മണലൂർ ഗ്രാമപഞ്ചായത്തിൽ പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് ജോയിന്റ് കൗൺസിലർ വർക്കല മേഖലാ സമ്മേളനം നടന്നു. സമ്മേളനം ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം VK മധു ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് കൃഷ്ണകുമാർ TJ അധ്യക്ഷത വഹിച്ചു. തൃശൂരിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് സമ്മേളനം നടന്നു. കൊടുങ്ങല്ലൂർ DYSP VK രാജു ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. തലശ്ശേരി ചാലിൽ ഗോപാലപേട്ട ദേശത്തിന് ആധുനിക മത്സ്യഗ്രാമ പദവി ലഭിച്ചു. സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ശനിയാഴ്ച കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിക്കും. രാജ്യത്തെ 3477 മത്സ്യഗ്രാമങ്ങളിൽ പഠനം നടത്തിയ ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട ചാലിൽ ഗോപാലപേട്ട കോടികളുടെ വികസന പ്രവർത്തികളും നടപ്പാക്കും. ആലപ്പുഴ ചിങ്ങവനം ശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവവുമായി ബന്ധപ്പെട്ട് സാംസ്കാരിക സമ്മേളനവും അവാർഡ് വിതരണവും നടന്നു. ആതുരാശ്രമം സെക്രട്ടറി ഡോക്ടർ EK വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം കുറ്റിപ്പുറത്ത് നടുവട്ടം AUP സ്കൂളിൽ സംഘടിപ്പിച്ച കുട്ടികളുടെ പൊതുയിടം പഠനോത്സവം പരിപാടിക്ക് സമാപനം. തിരുനാവായ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് ജമാൽ ഉദ്ഘാടനം ചെയ്തു. അതിവേഗ വാർത്തകൾ പൂർണ്ണമാകും.